ആദിലനൂറ് ആ വിഷയത്തിൽ ലക്ഷ്മി ഒരു അഭിപ്രായം പറഞ്ഞില്ല, അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഈ ലക്ഷ്മിയെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഭയങ്കര എതിർപ്പൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ലക്ഷ്മിക്കെതിരെ വരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ലക്ഷ്മിയെ എതിർത്ത് സംസാരിക്കുക. ഒരാണും പെണ്ണും കൂടി കല്യാണം കഴിച്ചാൽ പോലും അവരുടെ വീട്ടുകാർ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ സമൂഹം അവരൊരിക്കലും അംഗീകരിക്കില്ല. അവരുടെ വീട്ടുകാരൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പൊതുസമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവരെ കുടുംബത്തിൽ ഉള്ള ആൾക്കാർ അംഗീകരിക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ലക്ഷ്മി പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണ്. ലെസ്ബിയൻ കപ്പിളെക്കുറിച്ചും ഗേ കപ്പിളെക്കുറിച്ചൊന്നും നമ്മൾക്ക് പൊതുവായിട്ടൊരു ധാരണയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവർക്ക് സപ്പോർട്ട് പുറത്തുണ്ടായിരുന്നെങ്കിൽ അവരെ വീട്ടുകാരും അല്ലേ അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവരൊരിക്കലും അവരെ ഒഴിവാക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരാണും പെണ്ണും കൂടി കല്യാണം കഴിച്ചാൽ തന്നെ വീട്ടുകാർ അവരെ കയറ്റിയില്ലെങ്കിൽ അവരെന്തോ ഒളിച്ചോടിപ്പോയ ആൾക്കാരെന്നുള്ള രീതിയിലാണ് സമൂഹം കാണുന്നത് അല്ലേ. കാരണവന്മാരെ ഇട്ടേച്ച് പോയി ഇത്ര വളർത്തി വലുതാക്കിയ കാരണവന്മാർ ഇട്ടേച്ച് പോയ ആൾക്കാരായിട്ടാണ് ഇതുവരെയും കാണുന്നത്. അവരുടെ ബന്ധുക്കളുടെ ഒരു ഫങ്ഷൻ പോലും വിളിക്കാറൊന്നുമില്ല, ഒരിക്കലും വിളിക്കാറില്ല. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് അവരെ മിക്കവരും വിളിക്കാറൊന്നുമില്ല. ഇതിലൊക്കെ ഈ ഇത്ര സപ്പോർട്ടൊക്കെ പറയുന്ന ആൾക്കാർ ജീവിതത്തിൽ അത് പ്രായോഗികമായിട്ട് കാണിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങളാണ്.